ഇന്നലെ നടന്ന പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ മത്സരത്തിൽ അപ്രതീക്ഷിതമായൊരു സമനില പോർച്ചുഗലിന് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലൈനപ്പ് തന്നെയാണ് പോർച്ചുഗൽ ഈ കളിയിലേക്ക് വരുമ്പോൾ സമീപിച്ചിട്ടുണ്ട്. അപ്പം 4-2-3-1 എന്നുള്ളൊരു ഫോർമേഷനിലാണ് പോർച്ചുഗൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം വീട്ടിൽ നോക്കുകയാണെങ്കിൽ ബ്രൂണോ നെറ്റോ സിൽവയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ നെവസും വിറ്റീനിയാണ് ബാക്കിൽ കളിച്ചിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യാനാണ് അറ്റാക്കിംഗ് തേർഡിൽ നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിസ്ത്യാനോൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ലേസ്റ്റ് ടച്ചാണ് ഈ കളിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു മാച്ചാണ് ക്രിസ്ത്യാനോൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. ഒരു ചാൻസ്, ഒരു ഷോട്ടും ടാർഗറ്റ് പോലും അടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ കളിയായിരുന്നു ക്രിസ്ത്യാനോൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. പൊതുവെ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, പരസ്പരം പാസ് കൊടുക്കുന്നതിലൊക്കെ ഒരു പ്രശ്നമുള്ള മാതിരിയാണ് ഇപ്പോൾ കളി. പോർച്ചുഗലിൻ്റെ കളിയാണ് ഇപ്പോൾ തോന്നുന്നത്. ബ്രൂണോ ക്രിസ്ത്യാനോക്ക് പാസ് കൊടുക്കുന്നില്ല, ക്രിസ്ത്യാനോ അടിച്ചത് ബ്രൂണോക്ക് ഫിനിഷ് ചെയ്യാനുള്ളൊരു ചാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പം പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ടീം കോർഡിനേഷനിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സിറ്റുവേഷനാണ് ഈ സമയത്ത്. ഒരു വേൾഡ് കപ്പ് പോലെ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ ടീം ഒരു കോർഡിനേഷൻ ഇല്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ പോർച്ചുഗലിൻ്റെ ഗോൾ വന്ന സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നെവസ് ഒരു ഹെഡറിലൂടെ 6 മിനിറ്റിൽ തന്നെ ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു ചാൻസ് ക്രിയേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രൂണോ ഒന്നും ചാൻസ് ക്രിയേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ചാൻസ് ക്രിയേഷനും പ്ലേ മേക്കിംഗ് ഒന്നും ഇല്ലാതെ പോർച്ചുഗലിൻ്റെ ഒരു കളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോങ്കോൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോൾ ആയതിനു ശേഷം അവർ നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് നിന്ന് ന്യൂകാസ്റ്റൽ പ്ലെയർ ആയിട്ടുള്ള ഒരു ഗോൾ മടക്കി അടിക്കാനുണ്ടായിരുന്നത്. പിന്നെ സമനിലയിൽ തളക്കാണ് പോർച്ചുഗലിനെ കോങ്കോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോങ്കോ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് പോയിന്റ് നേടുന്നത്. അതും ശക്തരായിട്ടുള്ള പോർച്ചുഗലിനെതിരെ തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കോങ്കോനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം ഈ കളിയിൽ നെവസാണ് മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. നെവസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു കളിയായിരുന്നു. പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമായിട്ടുള്ളത് ഡിഫെൻസീവ്ലി അത്ര സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലത്തെ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ റൂബൻ ഡയസ് ഒന്നും ഇല്ലാതെയാണ് സെൻട്രൽ ബാക്ക് പയറിങ്ങായിട്ട് വിയേഗയും അറോഹുമാണ് ഇന്നലെ പോർച്ചുഗലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പം എന്താവും പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ജേണി എങ്ങനെയാവുന്നൊക്കെ നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ്.